സമ്മേളനത്തിന്റെ ഭാഗമായി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ നടത്തിയിട്ടുള്ള ഷട്ടിൽ ടൂർണമെന്റിൽ വുമൻസ് സിംഗിൾസിൽ വിന്നറായിട്ടുള്ള ഡോക്ടർ കൃഷ്ണപ്രഭ കെ നായർ വിന്നറാണ്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ട്രോഫി നൽകുന്നതിന് വേണ്ടി സതീശേഷനോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ റണ്ണേഴ്സ് വുമൻസിൽ സിംഗിൾസിൽ റണ്ണേഴ്സ് ആയിട്ടുള്ള ഷാനിയ അവരും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മെൻസ് സിംഗിൾസിൽ വിന്നേഴ്സ് ആയിട്ടുള്ള താരാനാഥ്, ആ താരാനാഥിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റണ്ണേഴ്സ് ആയിട്ടുള്ള പ്രീതമിനെയും ക്ഷണിക്കുകയാണ്. മിക്സഡ് ഡബിൾസ് വിന്നറായിട്ടുള്ള താരാനാഥ്, അതുല്യ, അതുപോലെ റണ്ണേഴ്സ് ഡോക്ടർ ഫഹീദ് ആൻഡ് കൃഷ്ണപ്രഭ കെ നായർ അവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വാർഡ് ലോക്കൽ കമ്മിറ്റി യുവതാര പ്രധാന ക്ലബിൽ സംഘടിപ്പിച്ച കാരൻസ് റോഡ് ടൂർണമെന്റിലെ വിന്നറായിട്ടുള്ള മനാസിർ യുവതാര ആരിഫ് കൊടി എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നൽകുന്നതിന് വേണ്ടി KR ജയാനന്ദനോട് അഭ്യർത്ഥിക്കുക. കാരൻസ് ടൂർണമെന്റിൽ സൽമാൻ ഫാരിസ് യുവതാര, അതുപോലെ തന്നെ മുർത്തുള്ള യുവതാര എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൈമാറുന്നതിന് വേണ്ടി നാങ്കി അലിയോട് അഭ്യർത്ഥിക്കുകയാണ്. CPIM കുമ്പള ഏരിയ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ക്ഷണിച്ചിരുന്നു. ആ ലോഗോ ക്ഷണിച്ചതിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ലോഗോ ഉണ്ടാക്കിയിട്ടുള്ള വിപിൻ കാഞ്ഞങ്ങാട്, ആ വിപിൻ കാഞ്ഞങ്ങാടിനുള്ള ഉപഹാരം പ്രേംനാഥിന്റെ വിപിനെ വേദിയിലേക്ക് ക്ഷണിക്കുക. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ KPS അഭ്യർത്ഥിക്കുക. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന CPM-ന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഏരിയ സെക്രട്ടറി സുബൈർ, വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അംഗം മുന്നേറ്റം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കരുണാകരൻ, ജില്ലാ സെക്രട്ടറി അംഗം ജയന്തൻ, ശ്വാസകേന്ദ്ര ചെയർമാൻ രഘുമാഷ്, ജില്ലാ കമ്മിറ്റി അംഗം സുബണ്ണൻ, വേദിയിലെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി CPM-ന്റെ മുംബൈ ഏരിയ സമ്മേളനം കഴിഞ്ഞ 2 ദിവസങ്ങളായി മുംബൈയിൽ വെച്ച് നടക്കുകയാണ്. CPM-ന്റെ 24ാം വാർഷിക കോൺഗ്രസ് ഏരിയ സമ്മേളനം തമിഴ്നാട്ടിലെ മധുരയിൽ ഏപ്രിൽ 2 മുതൽ 6 വരെ നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഈ നവംബർ മാസത്തിൽ പാർട്ടി ഏരിയ സമ്മേളനം ആരംഭിച്ചു. ഇന്ത്യയിലെ മറ്റൊരു പാർട്ടിക്കും സംഘടിപ്പിക്കാൻ പോലും കഴിയാത്ത നിലയിൽ അച്ചടക്കത്തോടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ജനാധിപത്യ സംഘടന രാഷ്ട്രീയ പ്രക്രിയയാണ് CPM-ന്റെ സമ്മേളനം. കുമ്പള ഏരിയ സമ്മേളനം കഴിഞ്ഞ 2 ദിവസം നടത്തുകയും കഴിഞ്ഞ 3 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് വിമർശനപരമായി ചർച്ച ചെയ്യുകയും അതിന്റെ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും 17 അംഗങ്ങളുള്ള പുതിയ ഏരിയ കമ്മിറ്റിയെ ഞങ്ങൾ വിജയിക്കുന്നു. ആ 17 അംഗങ്ങളുടെ ഏരിയ കമ്മിറ്റി ആദ്യം യോഗം ചേർത്ത് അതിനെ കണ്ട അഭിപ്രായ വ്യത്യാസമില്ലാതെ കുമ്പള ഏരിയയുടെ പാർട്ടി ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ജനാധിപത്യം മുഖ്യ മാത്രമല്ല, സ്വന്തം പാർട്ടിക്കകത്ത് ജനാധിപത്യം വളരെ കൃത്യമായി നടപ്പിലാക്കുന്ന ഒട്ടേറാണ് CPM. ഞാൻ വാക്കുകൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച്
വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി പ്രേമാവ് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഞാൻ അധികം സമയമെടുത്ത പ്രേമാവിന്റെ ബന്ധിച്ചു. അപ്പോൾ ഞാൻ അവർക്ക് ധരിപ്പിക്കില്ല. ഈ കുമ്പളമണ്ണ് നമ്മുടെ പ്രിയകരായ വാക്കുകളെ കുമ്പളം രക്തം പുരാണമാണ്. രക്തം പുരാണമാണ്. അനസ്യ രക്തദാക്കളുടെ രക്തമറിയ കുമ്പളമണ്ണിൽ ഈ ചുവന്ന പതാക ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ജാതികളുടെ വ്യത്യാസമില്ലാതെ അധ്വാനിക്കുന്ന മനുഷ്യരുടെ മോചനമായ ഈ ചെമ്പലായ ഏറ്റിക്കൊണ്ട് അതിശക്തമായ മുന്നേറ്റം വരുന്ന മുൻവർഷങ്ങളിൽ ഈ പ്രസ്ഥാനം നടത്താൻ വേണ്ടി ഇത് ജനങ്ങളുടെ വാക്യാണ്. ജനങ്ങളെ ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനിയായും വേർതിരിക്കാൻ ഒരുപാട് ആലോചിക്കുന്നുണ്ട്, നരേന്ദ്രമോദി ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ആഗ്രഹങ്ങൾക്ക് അതിശക്തമായ ആഘാതം അണിയേൽപ്പിക്കാൻ ഇന്ത്യ ജനാധിപത്യത്തിലേക്ക് കഴിവുകൾ നമുക്ക് ആവശ്യം വരുന്നു. നിശ്ചയമായും ഈ സൂതാറിന്റെ മണ്ണിൽ ഈ കുമ്പള ഏരിയയിൽ ഏറ്റവും ഉജ്ജ്വലമായ മുന്നേറ്റം ഭാവിയിൽ